പുതിയ മൊഡ്യൂളാണ് പഠിക്കുന്നത്. മൊഡ്യൂളിൻ്റെ പേരാണ് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ. അതിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള സെക്ഷനാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ളത് ഒരു ബ്രാഞ്ചാണ്, കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ്. അതിൽ ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള ഇന്റർ കൺവേർഷനെ കുറിച്ചിട്ടാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് കൺവേർഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നതും, അതുപോലെ രണ്ടാമത്തേത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നതും. അത് രണ്ടും നടക്കുന്നത് രണ്ട് ടൈപ്പ് സെല്ലുകളിലാണ്. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നത് ഇലക്ട്രോളിറ്റിക് സെല്ലിലാണ്. ആ സെല്ലിന്റെ പേരാണ് ഇലക്ട്രോളിറ്റിക് സെല്ല്. അവിടെ നടക്കുന്ന കൺവേർഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കിയിട്ടാണ് മാറ്റുന്നത്. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നത് ബാറ്ററികളിലൊക്കെയാണ്. അതായത് അതിന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നാണ്. ആദ്യം പറഞ്ഞത് ഇലക്ട്രോളിറ്റിക് സെൽ എന്നാണ്, രണ്ടാമത് പറഞ്ഞത് ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് എക്സാമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി ഒക്കെ. അവിടെ എന്ത് കൺവേർഷനാണ് നടക്കുന്നത്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ രണ്ട് കൺവേർഷനെ കുറിച്ച് ആദ്യം എഴുതാം. ആദ്യം ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് ഇലക്ട്രോ കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് എന്തിന്റെ സ്റ്റഡിയാണെന്ന് പറയുന്നത്? ഇലക്ട്രിക്കൽ എനർജിയുടെയും കെമിക്കൽ എനർജിയുടെയും ഇന്റർ കൺവേർഷന്റെ സ്റ്റഡിയാണ്. സോ ഇലക്ട്രോ കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്റർ കൺവേർഷൻ ഓഫ് electrical energy and chemical energy. ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള ഇന്റർ കൺവേർഷനെ കുറിച്ചുള്ള പഠിക്കുന്ന ഭാഗമാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഇനി നമുക്ക് ഓരോ ടൈപ്പ് കൺവേർഷൻ ആയിട്ട് പറയാം. ഇൻ ഇലക്ട്രോളിറ്റിക് സെൽ electrical energy is converted into chemical energy. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് കൺവേർഷൻ. പിന്നെ രണ്ടാമത്തെ പറയുന്നത് ഇൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. ആദ്യത്തേത് ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. ഇൻ ഇലക്ട്രോ കെമിക്കൽ സെൽ chemical energy is converted into electrical energy. Chemical energy converted into electrical energy. ഇതാണ് ബാറ്ററികളിലൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്ന് പറഞ്ഞു. ഇനി ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഈ കൺവേർഷനെ കുറിച്ച് പറഞ്ഞു. ആ ഓരോ ടൈപ്പ് കൺവേർഷൻ നടക്കുന്നത് ഏത് ടൈപ്പ് സെല്ലിലാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് കണ്ടക്ഷൻ ആണ്. കണ്ടക്ഷന്റെ ബേസിസിൽ മെറ്റീരിയൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. അപ്പൊ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നതിന് പറയുന്ന പേരാണ് കണ്ടക്ഷൻ. അപ്പൊ ആ കണ്ടക്ഷന്റെ ബേസിസിൽ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വിഭജിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നവരെ പറയുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. പിന്നെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി തീരെ കടത്തിവിടാത്തവരെ പറയുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ വുഡ്, അതുപോലെ തന്നെ പേപ്പർ, ഗ്ലാസ്, ഇതൊന്നും ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നതല്ല. അപ്പൊ അതൊക്കെ എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സിനെ തന്നെ നോൺ കണ്ടക്ടേഴ്സ് എന്നും നമുക്ക് പറയാം. അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് കണ്ടക്ടേഴ്സ്, ഒന്ന് ഇൻസുലേറ്റേഴ്സ്. പിന്നെ മൂന്നാമത്തേതാണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത ഇൻസുലേറ്റേഴ്സിന്റെ പോലെ തീരെ കടത്തിവിടാത്തവരല്ല, എന്നാൽ കണ്ടക്ടേഴ്സിന്റെ അത്ര ഈസി ആയിട്ട് കടത്തിവിടുന്നവരുമല്ല. രണ്ടിനും ഇടയ്ക്കാണ് ഇതിന്റെ കണ്ടക്ടിവിറ്റി. അതായത് പാർഷ്യലായിട്ട്, ഭാഗികമായിട്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നവരെ പറയുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. പിന്നെ ലാസ്റ്റ് വൺ ആണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ എല്ലാ മെറ്റൽസും നല്ല ഈസി ആയിട്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടും. ഒരു റെസിസ്റ്റൻസോ ഒരു പ്രതിരോധവും ഇല്ലാതെ കടത്തിവിടും. അതിന് പറയുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പം നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ഡെഫിനിഷനും അതുപോലെ തന്നെ എക്സാമ്പിൾസും നോക്കാം. നമുക്ക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കണ്ടക്ഷൻ ആണ് പറയുന്നത്. കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ഷന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണിത്. ഇപ്പോൾ ഫസ്റ്റ് ഏതാ പറഞ്ഞിരുന്നത്? കണ്ടക്ടേഴ്സ്. ഒന്നാമത്തേതാണ് കണ്ടക്ടേഴ്സ്. എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന, കടത്തിവിടുന്നവരെ പറയുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എഴുതാം. മെറ്റീരിയൽസ് which allow the passage of electricity. The passage of electricity through it. Materials which allow the passage of electricity through it are called conductors. അതായത് ഒരു വസ്തു അതിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വസ്തുവിന് പറയുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾസ് പറയുന്നത് മെറ്റൽസ്, അതായത് കോപ്പർ, അലുമിനിയം തുടങ്ങിയ മെറ്റൽസ് എല്ലാം എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നവരാണ് മെറ്റൽസ്. അതുപോലെ തന്നെ മെറ്റൽസ് ചേർന്നുണ്ടാവുന്നതാണ് ഏത്? അലോയ്സ്. പിന്നെ പറയുന്നത് ഗ്രാഫൈറ്റ്. ഇതൊക്കെ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നവരാണ്. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. ഇനി രണ്ടാമത്തേതാണ് നമ്മൾ പറഞ്ഞത് ഇൻസുലേറ്റേഴ്സ്. എന്താ ഇൻസുലേറ്റേഴ്സ്? ഇലക്ട്രിസിറ്റി തീരെ കടത്തിവിടാത്തവര്. മെറ്റീരിയൽസ് which do not allow the passage of electricity through it. ഇലക്ട്രിസിറ്റി ഒട്ടും കടത്തിവിടാത്തവരെ പറയുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. They are also known as non-conductors. മറ്റൊരു പേരാണ് നോൺ കണ്ടക്ടർ എന്നുള്ളത്. എക്സാമ്പിൾസ്: പേപ്പർ, വുഡ്, ഗ്ലാസ്. പിന്നെ ചില ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്, യൂറിയ, ഷുഗർ. ഇതൊന്നും ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നവരല്ല. ഇതും എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഇനി മൂന്നാമത്തേതായിട്ട് പഠിക്കാനുള്ളതാണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് ആണ് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസുലേറ്റേഴ്സിന്റെ പോലെയല്ല, തീരെ കടത്തിവിടാത്തവരല്ല, കണ്ടക്ടേഴ്സിന്റെ പോലെ അത്ര സുഗമമായിട്ട് കടത്തിവിടുന്നവരും അല്ല. രണ്ടിനും ഇടയിലാണ് ഇതിന്റെ കണ്ടക്ടിവിറ്റി. അതായത് ഭാഗികമായിട്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നവരെ പറയുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ എഴുതാം? മെറ്റീരിയൽസ് which conduct electricity partially, ഭാഗികമായിട്ട്, are known as semiconductors. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സിലിക്കൺ, ജെർമേനിയം തുടങ്ങിയ എലമെന്റ്സ് ആണ്. സിലിക്കൺ, ജെർമേനിയം. ഈ സെമി കണ്ടക്ടേഴ്സിനാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വിധേയമാക്കുന്നത്. അതായത് വേറൊരു ഫോറിൻ എലമെന്റ് വെച്ചിട്ട് അതിനെ കണ്ടക്ടിവിറ്റി കൂട്ടുകയൊക്കെ ചെയ്യുന്നത് ഈ സെമി കണ്ടക്ടേഴ്സിനാണ്. അതായത് സിലിക്കണിനെ നമ്മൾ ഫോസ്ഫറസ് വെച്ച് ഡോപ്പ് ചെയ്യുന്നുണ്ട്, ബോറോൺ വെച്ച് ഡോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അറിഞ്ഞിരിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇലക്ട്രിസിറ്റി പാർഷ്യലി കണ്ടക്ട് ചെയ്യുന്ന, അതായത് ഭാഗികമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് സിലിക്കണും ജെർമേനിയവും. ഇനി നാലാമത്തെ ഭാഗമാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ
ടെമ്പറേച്ചർ, അതായത് 2 to 5 കെൽവിൻ, 2 മുതൽ 5 കെൽവിൻ വരെ അത്രയും ലോ ടെമ്പറേച്ചറിൽ മോസ്റ്റ് മെറ്റൽസും സൂപ്പർ കണ്ടക്ടേഴ്സ് ആണെന്നാണ് പറയുന്നത്. അതായത് വൈദ്യുതി കടന്നു പോകുമ്പോൾ യാതൊരു പ്രതിരോധവും ഇല്ലാത്ത, യാതൊരു റെസിസ്റ്റൻസും ഇല്ലാത്ത അത്തരം സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പോൾ ഒരുവിധം എല്ലാ മെറ്റൽസും വളരെ ലോ ടെമ്പറേച്ചറിൽ സൂപ്പർ കണ്ടക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ലോ ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് 2 to 5, 2 മുതൽ 5 വരെയുള്ള കെൽവിൻ ടെമ്പറേച്ചറിന് ഇടയ്ക്കാണ് മോസ്റ്റ് മെറ്റൽസും സൂപ്പർ കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ മെറ്റീരിയൽസ് which offer no resistance to the flow of electricity, to the flow of current. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മെർക്കുറി അറ്റ് 4 കെൽവിൻ. 4 കെൽവിൻ ടെമ്പറേച്ചറിൽ മെർക്കുറി എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? സൂപ്പർ കണ്ടക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ കണ്ടക്ഷൻ. 4 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ ഡെഫിനേഷനും അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസും നോക്കി വയ്ക്കാം. അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് 2 ടൈപ്പാണുള്ളത്. ഒന്ന് മെറ്റാലിക് കണ്ടക്ടേഴ്സ്, രണ്ടാമത്തേത് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ്. ഇത് നമുക്ക് ഡിഫറൻസ് ആയിട്ട് പഠിക്കാം. അങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരാറ്. മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ്. മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മെറ്റൽസ് ആണ് അതിന് എക്സാമ്പിൾസ്. അവിടെ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് കണ്ടക്ഷൻ നടക്കുന്നത്. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിലാണെങ്കിൽ അയോണിന്റെ മൂവ്മെന്റ് വഴിയാണ് കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. എന്താണ് മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്? മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ വിച്ച് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് കണ്ടക്ഷൻ നടക്കുന്നത്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ആർ ദ ടൈപ്പ് ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ വിച്ച് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് അയോൺസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിഫറൻസ്, അതായത് അതിന്റെ ഡെഫിനിഷൻ തന്നെയാണ് ആ ഡിഫറൻസ് എഴുതാം. കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു the movement of free electron. എവിടെയാണെങ്കിൽ കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു the movement of ions. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. ഇനി രണ്ടാമത്തേത് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് യാതൊരു കെമിക്കൽ ചേഞ്ചസും ഇവിടെ ഉണ്ടാവുന്നില്ല. പക്ഷെ അയോൺസിന്റെ മൂവ്മെന്റ് കാരണം അവിടെ ചില കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ നോ കെമിക്കൽ ചേഞ്ച് ഒക്കേഴ്സ്. ഇവിടെ യാതൊരു കെമിക്കൽ ചേഞ്ചും ഇല്ല. നോ കെമിക്കൽ ചേഞ്ച് ഒക്കേഴ്സ്. ഇവിടെയാണെങ്കിലോ അയോൺസിന്റെ മൂവ്മെന്റ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് it results in some chemical changes. ചില കെമിക്കൽ ചേഞ്ചസ് ഇവിടെ നടക്കുന്നുണ്ട്. It result in some chemical changes. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണം മാസിന് കാര്യമായ ചേഞ്ചസ് ഒന്നും സംഭവിക്കില്ല. പക്ഷെ അയോൺസ് എന്ന് പറയുന്നത് വ്യക്തമായ മാസുള്ള സ്പീഷീസ് ആണ്. അപ്പൊ അതിന്റെ മൂവ്മെന്റ് കാരണം അവിടെ ഒരു മാസിന്റെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ മാസിന്റെ ചേഞ്ച് നടക്കുന്നുണ്ട്. It do not involve transfer of matter. ഉദ്ദേശിക്കുന്നത് മാസുള്ള മാറ്റമാണ്. Do not involve transfer of matter. It involves transfer of matter. 3 പോയിന്റ് ആയി. ഇനി ഇത് രണ്ടിനുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത്. നാലാമത്തെ പോയിന്റ് പറയുന്നത് എക്സാമ്പിൾസ് ആണ്. മെറ്റൽസ് ആണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ മെറ്റൽസും എന്തിന് എക്സാമ്പിൾസ് ആണ്? മെറ്റാലിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ
മെറ്റൽസ് എല്ലാം മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആണ്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾസ് ആർ അയണിക് കോമ്പൗണ്ട്സ്, വെറുതെ ഇരിക്കുന്ന അയണിക് കോമ്പൗണ്ട്സ് എക്സാമ്പിൾസ് അല്ല. അയണിക് കോമ്പൗണ്ട്സ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്, അതായത് ഉരുകിയ അവസ്ഥ, മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഡിസോൾവ്ഡ് സ്റ്റേറ്റ്. അയണിക് കോമ്പൗണ്ട്സ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഡിസോൾവ്ഡ് സ്റ്റേറ്റ്. ഉരുകിയ അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഈ മോൾട്ടൺ സ്റ്റേറ്റ്. ഡിസോൾവ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ലയിപ്പിച്ചെടുത്ത അവസ്ഥ. ഈ രണ്ട് സ്റ്റേറ്റിലുമാണ് അയണിക് കോമ്പൗണ്ട്സ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ അയണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ലാബുകളിൽ ഉപയോഗിക്കുന്ന ആസിഡും ബേസും ഒക്കെ എന്താണ്, അയണിക് കോമ്പൗണ്ട്സ് ആണ്. അതായത് മിനറൽ ആസിഡ്സ് HCl, H2SO4, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഇതൊക്കെ എന്താണ്, അയണിക് കോമ്പൗണ്ട്സ് ആണ്. അത് ഒന്നുകിൽ ഉരുകിയ അവസ്ഥ അല്ലെങ്കിൽ വാട്ടർ ലയിപ്പിച്ചെടുത്ത അവസ്ഥ, അതാണ് ഡിസോൾവ്ഡ് സ്റ്റേറ്റ്. ഈ രണ്ട് അവസ്ഥയിലുമാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത് എന്തിനുള്ള എക്സാമ്പിൾസ് ആണ്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഒരു കമ്പാരിസന്റെ രൂപത്തിലാണ് ഇത് പഠിക്കേണ്ടത്. അപ്പോൾ മെറ്റാലിക് കണ്ടക്ടേഴ്സും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സും തമ്മിലുള്ള 3 ഡിഫറൻസ് വിത്ത് 1 എക്സാമ്പിൾ ആണ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, എങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. എന്താണ് മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ കണ്ടക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. മെറ്റാലിക് കണ്ടക്ടേഴ്സിലെ കണ്ടക്ഷൻ നടക്കുന്നത് ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ്. എന്നാൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിലാണ് എങ്ങനെയാണ് നടക്കുന്നത്, കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് അയോൺസ്. അയോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിൽ കണ്ടക്ഷൻ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കെമിക്കൽ ചേഞ്ചസ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. നോ കെമിക്കൽ ചേഞ്ച് ഒക്കേഴ്സ്. പക്ഷേ ഇവിടെ അയോൺസ് മൂവ് ചെയ്യുന്ന കാരണം കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് റിസൾട്ട് ഇൻ സം കെമിക്കൽ ചേഞ്ചസ്. പിന്നെ മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്, അത് മൂവ് ചെയ്യുന്ന കാരണം മാസിൽ കാര്യമായ ചേഞ്ച് സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ മാറ്ററിൽ കാര്യമായ ട്രാൻസ്ഫർ നടക്കുന്നില്ല. എന്നാൽ അയോൺസ് എന്ന് പറയുന്നത് വ്യക്തമായ മാസ് ഉള്ളത് കാരണം അയോൺസിന്റെ മൂവ്മെന്റ് വഴി ആണ് ഇവിടുത്തെ കണ്ടക്ഷൻ. അതുകൊണ്ട് തന്നെ അവിടെ മാറ്ററിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാസിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഡു നോട്ട് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഡു നോട്ട് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. പക്ഷേ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ആണെങ്കിലോ ഇറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. പിന്നെ രണ്ടിനുള്ള എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. ഇതിന് മെറ്റൽസ് ആണ്, കോപ്പർ, അലുമിനിയം പോലുള്ള മെറ്റൽസ് ആണ് മെറ്റാലിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾസ്. അതായത് മോസ്റ്റ് മെറ്റൽസ് ആർ എക്സാമ്പിൾസ്. ഇവിടെ പറയുന്നത് അയണിക് കോമ്പൗണ്ട്സ് ആണ്. Either in the molten state or in the dissolved state, they can act as electrolytic conductors. അപ്പോൾ ഇത്രയുമാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്.